ഹലോ എവ്രി വൺ, വെൽക്കം ടു മോം ആൻഡ് ഹെർ ടൈനി സ്കോട്ട്സ്. അങ്ങനെ ഒരുപാട് നാളത്തെ ആലോചനയ്ക്ക് ശേഷം ഞാനും ഒരു ഡേ ഇൻ മൈ ലൈഫിൽ തന്നെ തുടങ്ങാമെന്ന് കരുതിയിട്ടോ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. എൻ്റെ വേഷവിധാനം കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ്. അപ്പോൾ ഒരു ചൂട് ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റായി ഞാൻ എൻ്റെ കലാപരിപാടികൾ തുടങ്ങി. വീരക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാൻ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ് റെഡിയാക്കലാണ് എൻ്റെ ഫസ്റ്റ് മോർണിംഗ് ടാസ്ക്. ഒത്തിരിയായി വീരക്കുട്ടൻ നീർദോശ ഉണ്ടാക്കി തരുമോ അമ്മയും ചോദിച്ച് എൻ്റെ പുറകെ നടക്കുന്നു. അപ്പോൾ പിന്നെ ഇന്ന് നീർദോശയും കട്ടച്ചമ്മന്തിയും തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടോ. നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് സാൾട്ട്, ഒരല്പം ഷുഗർ, 1 കപ്പ് വാട്ടറും ആഡ് ചെയ്തിട്ട് നല്ലപോലെ ലൂസായ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തതിന് ശേഷം അത് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് നീർദോശ ഉണ്ടാക്കിയെടുക്കാം. നീർദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മറിച്ചിടേണ്ട കാര്യമില്ല. ഞാൻ ദോശത്തവി അടുപ്പത്തേക്ക് വെച്ചപ്പോഴേക്കും എൻ്റെ കയ്യിൽ ആരാ നോക്കി, ഇതാണ് ഞങ്ങളുടെ കല്ലൂസ്. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രണ്ടാമത് എണീക്കുന്ന വ്യക്തി ഞങ്ങളുടെ കല്ലൂസാണ് കേട്ടോ. അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ബാക്കി എല്ലാ അഭ്യാസവും അവളെടുത്തിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചമ്മന്തി കൂടി സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഈ ചമ്മന്തിയാണ് കേട്ടോ വീരക്കുട്ടന് ഈ നീർദോശയിലേക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് നമുക്ക് അവൻ്റെ ബോക്സിലോട്ട് മാറ്റാം. അത് കഴിഞ്ഞ് ഇനി ലഞ്ച് പ്രിപ്പറേഷനാണ്. ഇന്ന് ലഞ്ചിന് ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ആദ്യമേ അവൻ പറഞ്ഞു അവന് ബ്രെഡും ചിക്കൻ കറിയും മതി ലഞ്ചിന്. അതുകൊണ്ട് തന്നെ അവൻ്റെ ലഞ്ച് ബോക്സും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് ബോക്സ് റെഡിയാക്കണം. സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ നന്നായി വാഷ് ചെയ്ത് അതെല്ലാം ക്ലീനാക്കി കട്ട് ചെയ്ത് അവൻ്റെ സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അതും സെറ്റായി ഗൈസ്. ഇനി ഇതെല്ലാം ലഞ്ച് ബാഗിലേക്ക് വെക്കുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയ പൊടിക്കൈ ചെയ്യും. ഒരു സ്റ്റിക്കി നോട്ട്സ് എടുത്തിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ട് എന്തെങ്കിലും വേർഡ്സോ സെൻറ്റൻസോ ഞാൻ അവനോട് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതും. അപ്പോൾ അത് കാണുമ്പോൾ അവന് ആ ഫുഡ് കഴിക്കാനുള്ള ഒരു മൂഡ് വരുമോ എന്നുള്ളത് എൻ്റെ ഒരു ചെറിയ വിശ്വാസം. ചെറിയൊരു പൊടിക്കൈ അങ്ങനെ ആ സ്റ്റിക്കി നോട്ട്സിൽ ഒക്കെ എഴുതി അതൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഞാൻ അവൻ്റെ ബാഗ് പാക്ക് ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കാണുന്നില്ലേ, ഇത് അച്ഛനും മോനും കൂടി റെഡിയാവുന്ന യുദ്ധമാണ് കേട്ടോ. ഇന്ന് പൊങ്കൽ സെലിബ്രേഷൻ ആയതുകൊണ്ട് വീരക്കുട്ടനെ എത്തനിക്ക് വേറാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് വീരക്കുട്ടനെ യാത്രയാക്കാൻ സ്കൂളിലോട്ട് പോകുന്നത്. ഞങ്ങൾ 3 പേരോടി പോകുന്നത് എന്തിനാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഇരിക്കുന്ന ആളില്ലേ, ഈ ആളാണ് ഏറ്റവും ആദ്യം എണീറ്റിട്ട് വീരക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളില്ലാതെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ല. ഞങ്ങളങ്ങനെ സ്കൂളിലോട്ട് എത്തി. വീരക്കുട്ടൻ കല്ലൂസിനോട് യാത്രയൊക്കെ പറഞ്ഞു. കല്ലൂസ് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീരക്കുട്ടനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോവാണ് കേട്ടോ. അച്ഛൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടാനുള്ളൊരു ശ്രമമാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനുള്ള സമയമൊന്നുമില്ല. ഞങ്ങൾ അപ്പോഴേക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലാറ്റിലോട്ട് എത്തും. അത്രയും അടുത്താണ് കേട്ടോ സ്കൂള്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ ഞാൻ നേരെ കിച്ചണിലേക്കാണ് ഓടുക. ഇങ്ങനെ കിടക്കുന്ന കിച്ചണ് എനിക്കൊന്ന് ഇങ്ങനെയാക്കി എടുത്താലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഒരു മൂവി പ്ലേ ചെയ്തു. പക്ഷേ മൂവി പകുതിയാക്കാൻ പോലും കല്ലൂസ് സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ജിത്തോട്ടം പതുക്കെ വോക്കിനിരുന്നു. ഇന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഞാൻ പിന്നെ പതുക്കെ എൻ്റെ ബാക്കിയുള്ള ക്ലീനിങ് കലാപരിപാടികളിലേക്കും കടന്നു. അങ്ങനെ വീട് ഫുള്ള് ക്ലീനാക്കി അടുക്കി പെറുക്കി ഒതുക്കി വയ്ക്കുക എന്താണ് എൻ്റെ ഒരു വീക്ക്നെസ്. പക്ഷേ 10 മിനിറ്റ് കഴിയുമ്പോൾ അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം തോന്നും. എന്നാലും എല്ലാ അമ്മമാരെയും പോലെ വീണ്ടും അത് അടുക്കി പെറുക്കി ഒതുക്കി വെച്ചാൽ മനസ്സിനൊരു സംതൃപ്തിയാണ്, ഒരു മനസ്സുഖം. അങ്ങനെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കൽ ഒരു ആചാരമായിപ്പോയി. അങ്ങനെ ഇത് കഴിഞ്ഞ് എടുത്ത് അടുക്കി പെറുക്കി ഒതുക്കി വെച്ച് വന്നപ്പോഴത്തേക്ക് ഉച്ചയായിട്ടോ സമയം. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു. പക്ഷേ ലഞ്ച് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും മിസ് ചെയ്യാതെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ കല്ലൂസിനെ റെഡിയാക്കി ഞങ്ങൾ വീരക്കുട്ടനെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. 3 മണിയാകുമ്പോൾ അവൻ്റെ ബസ് വരും. സാധാരണ ഞാനും കല്ലൂസും കൂടിയാണ് വീരക്കുട്ടനെ പിക്ക് ചെയ്യാൻ പോവാറ്. ഇന്നിപ്പോൾ ജിത്തോടനുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി വീരക്കുട്ടനെ പിക്ക് ചെയ്യാൻ പോയി. അവൻ്റെ ബസ്സൊക്കെ വന്നു. അവൻ ചാടി ഇറങ്ങി ബസ്സിൽ നിന്ന് ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഫ്ലാറ്റിലോട്ട് നടന്നു പോകുന്നതിൻ്റെ മുന്നേ
വീട്ടിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ വീരുകുട്ടൻ തുടങ്ങി എൻ്റെ മണിയടിച്ച് സോപ്പിടാൻ. എന്തിനാന്നല്ലേ, അവന് താഴെ കളിക്കാൻ പോകണം. താഴെ പാർക്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകണം. വീട്ടിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ താഴേക്ക് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഈ മണിയടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കളിക്കാൻ പോയി. പിന്നെ കല്ലൂസിനെ ഞാൻ ഉറക്കാൻ വേണ്ടി ഒരു കഠിന പരിശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. അത് നടക്കാഞ്ഞപ്പോൾ പിന്നെ ഞാൻ പതുക്കെ വന്ന് എൻ്റെ ചെറിയ ഒരു കൊച്ചു ഗാർഡൻ ഉണ്ട് കേട്ടോ, ആ ഗാർഡനിൽ കുറച്ച് പണിയൊക്കെ എടുത്ത് അങ്ങനെ എൻ്റെ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ പിന്നെ കുറച്ച് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനൊക്കെ നിന്നപ്പോഴാണ് ഞാനിത് കാണുന്നത്. ഈ സ്നേക്ക് പ്ലാന്റിന് ഇങ്ങനെ ഒരു ഫ്ലവർ വിരിയുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇത് മുന്നേ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നല്ല ചൂട് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ വൈകുന്നേരം നല്ല ചൂട് ചായയും അതിൻ്റെ കൂടെ സ്വീറ്റ് പൊട്ടറ്റോ ആയിരുന്നു ഇന്നത്തെ സ്നാക്സ്. അങ്ങനെ ചൂട് ചായയും സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ കഴിച്ച് ഞാനും ചിത്തോടനും പിന്നെ ഞങ്ങളുടെ കല്ലൂസും കൂടി ഹാപ്പി ആയിട്ടിരുന്നു. വീരുകുട്ടനില്ല കേട്ടോ, വീരുകുട്ടൻ താഴെ കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. കല്ലൂസ് ഉണ്ടല്ലേ, കല്ലൂസ് അവിടെ ചെയറിൽ കയറി ഒറ്റ ഇരിപ്പാണ് എന്തെങ്കിലും കൊണ്ടുവരുമ്പോഴേക്കും. അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സന്ധ്യയായപ്പോൾ പിന്നെ വിളക്ക് കൊളുത്താൻ വേണ്ടി കയറി. ഞാൻ ഈ മാടി വിളിക്കുന്ന ആരെയാണെന്നല്ലേ, കല്ലൂസിനെയാണ് കേട്ടോ. എന്നും ഞാനും അവളും കൂടി വിളക്ക് കൊളുത്താറ്. ഇന്നിപ്പോൾ അച്ഛൻ്റെ ലാപ്ടോപ്പ് കിട്ടിയതുകൊണ്ട് അവിടെ കുത്തിയിരിപ്പാണ്, ഇങ്ങോട്ടേക്ക് വരുന്നേ ഇല്ല. കുറേ നേരം വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിട്ടു. അങ്ങനെ ഞാൻ തൊഴുതൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് വന്നുവിടും. ഭയങ്കര ഭക്തിയോട് കൂടി തൊഴുന്നു. തൊഴലും ഭസ്മം തെരഞ്ഞ് തൊടാൻ നോക്കലും ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ അവളെ കൊണ്ട് മണിയടിപ്പിച്ച്, ഇവിടെ മണിയടിക്കുന്ന ജോലി അവൾക്കാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവസാനം ഒന്ന് ഉറങ്ങി കിട്ടി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വീരുകുട്ടനും അവിടെ കിടന്ന് ഉറങ്ങുന്നു. അവൻ പിന്നെ ഡിന്നർ കഴിച്ചതായിരുന്നു, അതൊരു സമാധാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ.